ഉൻസിങ് ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് റിപ്പോർട്ടേഴ്സ് പല ചോദ്യങ്ങളുമായിട്ട് അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും തന്നെ മറുപടി കൊടുക്കാതെ അവനും നേരെ ചെന്നൊരു മീറ്റിംഗിലൊക്കെ പങ്കെടുക്കുന്നു. അവനും കമ്പനിയുടെ ബ്രാഞ്ചസ് ഒക്കെ വേറെ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിട്ടുമുണ്ടായിരുന്നത്. അതിനൊക്കെ ഒരുപാട് തുകയൊക്കെ ചെലവാകുന്നതായിരിക്കുമെന്ന് കൂടി അവൻ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ മറ്റൊരാളും ഉൻസിങ്ങിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. മുത്തശ്ശനാകട്ടെ ഒരുപാട് തുകയൊക്കെ സീക്രട്ട് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തുകയൊക്കെ സൂക്ഷിച്ചു വെച്ചത് എവിടെയാണെന്നുള്ള കാര്യം മുത്തശ്ശനല്ലാതെ മറ്റാർക്കും തന്നെ അറിയിക്കില്ല. മുത്തശ്ശന്റെ പണമിടപാടുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സോങ് ആയിരുന്നെങ്കിൽ പോലും സോങ്ങിനോട് ചോദിച്ചിട്ടും അവൻ അതൊക്കെ എവിടെയാണ് ഉള്ളതെന്ന കാര്യം അറിയുകയില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊന്നും കൂടാതെ ചെയർമാൻ പല പല രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുമുണ്ടായിരുന്നു. ഒരു പക്ഷെ അവിടുത്തെ ബാങ്കിലേക്ക് ആയിരിക്കും തുക ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അവിടെ എല്ലാം തന്നെ ഉൻസിങ്ങിന്റെ ആള് പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരിടത്തും പണം കണ്ടെത്തുവാനായിട്ട് ആൾക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യമൊക്കെ ഉൻസിങ്ങിനെയും അയാൾ അറിയിക്കുകയാണ്. ഹ്യൂൻമുവും ഇപ്പോൾ തിരികെ ക്വീൻസ് കമ്പനിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് ഉൻസിങ് പറയുമ്പോഴത്തേക്കും ഞാനും ഹെയ്നും തമ്മിലുള്ള ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ ക്വീൻസ് കമ്പനി തിരികെ കൊണ്ടുവരണമെന്ന് എനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല. മാത്രമല്ല, ഞാൻ ഇവിടെ നിന്നും പോകുവാനായിട്ടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പല കമ്പനീസിലേക്കും ഞാൻ റെസ്യൂമെ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷം ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കയറുമ്പോഴത്തേക്കും കുറച്ചുകൂടി സാലറി ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ബാക്കി കമ്പനീസുമായിട്ടുള്ള ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ പോയാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇവിടം വിട്ട് മറ്റു കമ്പനിയിലേക്ക് പോകുന്നതായിരിക്കുമെന്നും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു മാസം ഈ കമ്പനിയിൽ തുടരുവാനായിട്ട് തനിക്ക് താല്പര്യമുണ്ട് എന്നും ഹിനു അറിയിക്കുന്നു. പിന്നെ ഹിനുമോ വർക്ക് ചെയ്യുന്നത് ലീഗൽ ടീമിലേക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ക്വീൻസ് ഗ്രൂപ്പിനെ അതൊരു രീതിയിലും ബാധിക്കുകയില്ല എന്നൊക്കെ ഹിനുമോ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉൻസിങ്ങും അവനെ തുടരുവാനായിട്ടൊക്കെ അനുവദിക്കുന്നു. ഇനി ഹെയ്നെ കുറിച്ചൊക്കെ ഉൻസിങ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവൾക്ക് എന്നെ ഒട്ടും തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ വഴിയിൽ അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഉൻസിങ്ങിനോട് ഹിനുവോ അറിയിക്കുന്നതും. ഗ്രേസ്കോയും സോൽഹിയോട് വളരെയധികം സ്നേഹത്തിലൊക്കെ സംസാരിക്കുന്നു. സ്പാ പോട്ടുന്നതിന് മുമ്പായിട്ടൊക്കെ സ്പായിൽ എത്തുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്നതായിരിക്കുമെന്നൊക്കെ സ്യോൽഹിയോട് പറയുമ്പോഴത്തേക്കും ഒന്നും അറിയാത്ത പോലെ സ്യോൽഹിയും നീ എന്താ സ്പായൊക്കെ പൂട്ടുവാനായിട്ട് പോകുകയാണോ, എന്ത് പറ്റി, ബിസിനസ് ഒക്കെ ഡള്ളാണോ എന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുകയാണ്. സോൽഹിയുടെ മുൻസിങ്ങിനെ കൂടെ നിന്നിട്ട് ഈ ഒരു പ്ലാനൊക്കെ വർക്കൗട്ട് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രേസ്കോ ആണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ഏതെങ്കിലും ഒരു സ്ഥാനമൊക്കെ ആ കമ്പനിയിൽ ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവളും സ്പാ പൂട്ടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സോൽഹിയും അവളെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. സോൽഹിയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉൻസിങ്ങിനെ കാണുവാനായിട്ട് കൂടി ഗ്രേസ്കോ എത്തിയിരിക്കുന്നു. ഗ്രേസ്കോയും തന്റെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിലേക്ക് ഉൻസിങ്ങും എന്താണ് നിന്റെ പ്ലാൻ എന്നൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്നു. ഹെയ്ൻ സിഒയുടെ സ്ഥാനമൊക്കെ ആയിരുന്നല്ലോ കമ്പനിയിൽ വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹെയ്ൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ തനിക്ക് സിഒയുടെ സ്ഥാനമൊക്കെ ലഭിക്കുമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഉൻസിങ്ങും ആകെ ചിരിക്കുകയാണ്. ഉൻസിങ്ങിന്റെ ചിരി കാണുന്ന അവളാകട്ടെ പെട്ടെന്ന് തന്നെ സിഒ ആക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്തെങ്കിലും സംശയമൊക്കെ പ്രകടിപ്പിക്കുമോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഡയറക്ടർ സ്ഥാനം നൽകിയാലും മതി എന്നൊക്കെ അവനോടും പറയുന്നു. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിടിക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നീ എങ്ങാനും പിടിക്കപ്പെട്ട നമ്മുടെ എല്ലാ പ്ലാൻസും പൊളിയും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നീ നേരെ ഡയറക്ടർ ജോയുടെ അടുത്തേക്ക് വിട്ടോ. പിന്നെ അവിടെ വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും കടയൊക്കെ തുടങ്ങിക്കോ. അതിനും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെയാണ് ഉൻസിങ്ങും അറിയിക്കുന്നത്. നേരത്തെ ഹ്യൂമുവും ഒരു കടയിലൊക്കെ മെമ്മറി കാർഡ് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. ആ കടക്കാരനും എല്ലാം ഉപേക്ഷിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ അയാളുടെ മക്കളാകട്ടെ സീനിയർ ആയിട്ടായിരുന്നു പഠിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് സ്കൂളിൽ നിന്നും ഒരു ട്രാൻസ്ഫർ ഒന്നും ലഭ്യമാകുന്ന ഒരു കാര്യമല്ല. അങ്ങനെ അവൾ തിരികെ സ്കൂളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ വെച്ച് അയാളെയും ഹ്യൂ പിടികൂടുകയാണ്. യഥാർത്ഥത്തിലുള്ള മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളൊക്കെ ഉൻസിങ്ങിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അയാളും ഇപ്പോൾ അത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോപ്പി ചെയ്ത ഫയലൊക്കെ ഹ്യൂനുവിനെയും അയാൾ ഏൽപ്പിക്കുന്നു. ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് ഹണ്ടിങ് ചെയ്യുവാനായിട്ട് പോയ സ്ഥലത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഡാഹയ് ആയിരുന്നു എന്ന സത്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആകട്ടെ ഡാഹയ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കത്തൊക്കെ സൂക്ഷിച്ചോളം വായിച്ചു നോക്കുകയാണ്. ഡാഹയും അവനേക്കാളും 5 വയസ്സ് മൂത്തതായിരുന്നുവെന്നും അവളുടെ പേരൻസിനെ കുറിച്ചും സ്വത്തിനെ കുറിച്ചും പഠനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കള്ളമായിരുന്നുവെന്നും ഇത്രയും കാലം നീ നിന്റെ മകനാണെന്ന് വിശ്വസിച്ച ഗുഡ്ന്യൂ നിന്റെ മകനല്ല എന്നും അവൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഗുണ്യുവിനെ നിന്നെയും കണ്ടാൽ രണ്ട് രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എല്ലാവരും സംശയിച്ചിട്ടും നീ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിൽ സംശയിക്കാതെ ഇരുന്നതെന്നാണ് അവളും ചോദിക്കുന്നത്. നിന്നെ പോലെയുള്ള ഒരാളെ എനിക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കൂടെ പണ്ട് നടന്ന കാര്യങ്ങൾ കൂടി കാണിക്കുകയാണ്. ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ അവളും അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. സൂചോളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലൗസ് ഒക്കെ ഒന്ന് നൽകാമോ എന്നൊക്കെ ഡഹയ് ചോദിച്ചപ്പോൾ തന്നെ അവനും ആ ഒരു ഗ്ലൗസ് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീടാകട്ടെ നീ എന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ കഴിക്കുകയില്ല എന്ന് എനിക്ക് വാക്ക് നൽകാമോ എന്ന്
സുജോൾ ചോദിക്കുമ്പോഴത്തേക്കും ഡാഹയും അവന് വാക്കൊക്കെ നൽകിയതിനു ശേഷം അവൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ക്ലോത്ത് ഒക്കെ അവന്റെ കയ്യിൽ നിന്നും മേടിക്കുകയാണ്. ആ ഒരു ക്ലോത്ത് ഒക്കെ ഇടുകയാണെങ്കിൽ ചൂട് നിൽക്കുവാന് മാത്രമായിരുന്നു മഞ്ഞുണ്ടായിരുന്ന സമയത്ത് അവൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനാകട്ടെ അവൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ അവൾക്കത് നൽകുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ ബാഗിലൊക്കെ ഒരു പാവേനയും തൂക്കിക്കൊണ്ട് സുജോൾ നടക്കുന്നത് കാണിക്കുന്നു. പക്ഷെ പിന്നീട് ആ ഒരു പാവയൊക്കെ ഉണ്ടായിരുന്നത് ഡാഹയുടെ ബാഗിലാണ്. ഞാൻ നിന്നോട് ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ, അതെല്ലാം തന്നെ നീ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നോ. പിന്നെയും എന്തുകൊണ്ടാണ് ആദ്യമായി നമ്മളെ കണ്ടപ്പോൾ തന്നെ നീ എന്നെ തിരിച്ചറിയാതിരുന്നതെന്നൊക്കെ ഡാഹയും അവനോട് ചോദിക്കുന്നു. അവരാദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് ഹെയ്ന്റെ ഹ്യുനുവിന്റെ വിവാഹത്തിന്റെ അന്നൊക്കെ ആയിരുന്നു. ഗ്രേസ്കോടൊപ്പം ആയിരുന്നു ഡാഹയും ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഗ്രേസ്കോയും ഞാൻ ആഗ്രഹിച്ചിട്ടായിരുന്നില്ല ഹെയ്നും ഹ്യുനുവും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒറ്റ പ്ലാൻ മാത്രമേ എന്റെ നടക്കാതെ പോകുവാൻ പാടുള്ളൂ. നീ സൂചോളിനെ എത്രയും വേഗം വിവാഹം കഴിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഗ്രേസ്കോ അന്ന് തന്നെ ഡാഹയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആദ്യമായിട്ട് സൂചോളിനെ പിന്നീട് കാണുമ്പോഴത്തേക്കും സൂചോളും അവളുടെ അടുത്തേക്കായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ അവൻ തന്നെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ആയിരുന്നു അവള് വിചാരിച്ചതെങ്കിൽ പോലും അവനും മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നൊക്കെ ആയിരുന്നു ഡാഹി കാണുന്നത്. പിന്നീട് ഗ്രേസ്കോ തന്നെ അവരുടെ ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ബ്ലൈൻഡ് ഡേറ്റിൽ വെച്ച് ഡാഹയത്തിന്റെ പേരൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴെങ്കിലും സൂചോൾ തന്നെ തിരിച്ചറിയുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷെ അപ്പോഴും അവളെ തിരിച്ചറിയുന്നതിൽ സൂചോൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. പണ്ട് നീ എന്നെ മറന്നതുപോലെ തന്നെ ഇത്തവണയും മറന്നു കളഞ്ഞേക്ക്. പിന്നെ ഗുണ്യനെ മറക്കുവാനായിട്ട് എളുപ്പമാണല്ലോ. അവൻ നിന്റെ മകനൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കത്തും ഡാഹയ അവസാനിപ്പിക്കുന്നു. വിഷമിച്ചിരിക്കുന്ന സൂചോളിന്റെ അടുത്തേക്കൊക്കെ ഹെയ്നും എത്തുകയാണ്. അതിനുശേഷം സൂചോളും ഹെയ്ന്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് ഡാഹയനെ കണ്ടെത്തുക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിന്റെ എല്ലാം മോഷ്ടിച്ചുകൊണ്ടൊക്കെ ആയിരുന്നല്ലോ അവൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം എടുത്തുകൊണ്ട് പോയത് കൊണ്ട് തന്നെ അവളും ഇനി ഒരിക്കലും നിന്റെ കൺമുമ്പിൽ വരാതിരിക്കുവാനായിട്ടായിരിക്കും ശ്രമിക്കുക എന്നൊക്കെ പറയുന്നു. പക്ഷെ അവനാകട്ടെ അവൾ എല്ലാം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾ എന്നെ എടുക്കുവാൻ മറന്നുപോയി. അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മാത്രമാണെന്നൊക്കെ പറയുകയാണ്. അവൻ വീണ്ടും കരയുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഹെയ്ൻ അവനെ സമാധാനിപ്പിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നേ വരെ അങ്ങനെ ഒരു കാര്യമൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവളും അവന്റെ ഒപ്പം ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഡാഹയും ഫോണിൽ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് ഗുണ്യു കരയുന്നത്. ഗുണ്യുവിന്റെ കരച്ചിലൊക്കെ മാറ്റുവാനായിട്ട് ഡാഹയും അവിടെ ഉണ്ടായിരുന്ന ഒരു പാവയൊക്കെ നൽകിയിട്ട് ഇത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാവയായിരുന്നു എന്ന് പറയുകയാണ്. ആ ഒരു പാവയൊക്കെ കാണുമ്പോഴത്തേക്കും ഗുണ്യുവും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഇതേ പാവ പണ്ട് സൂചോൾ ഡാഹയ്ക്ക് നൽകിയതുമാണ്. ഓൺസിങ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇലീഗൽ ആയിട്ടാണെന്നൊക്കെ നമുക്ക് തെളിയിക്കുവാനായിട്ട് കഴിയുകയാണെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കുമെന്നൊക്കെ ഹിൻവു പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ഒരുപാട് ടൈമൊക്കെ എടുക്കുന്നതായിരിക്കും. കേസും കോടതി എന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ എങ്ങനെ പോലെ ഒരു 5 വർഷമെങ്കിലും എടുക്കുന്നൊക്കെ ഫ്രണ്ട് അറിയിക്കുമ്പോഴത്തേക്കും അവനാകട്ടെ അതിന്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഊൺസിംഗും ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് നടത്തിയെന്നൊക്കെ നമ്മൾ തെളിയിക്കുവാനായിട്ട് പോകുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരികെ കിട്ടും. മാത്രമല്ല അവൻ എങ്ങനെ നമുക്കിട്ട് പണിതോ അതേ രീതിയിൽ തന്നെ നമുക്ക് അവനിട്ട് പണിയുവാനായിട്ട് കഴിയുമെന്ന് അവനും അറിയിക്കുന്നു. ഇപ്പോൾ 3 സെക്രട്ടറിമാരും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. ഹെന്റെ സെക്രട്ടറിയും ഹ്യുനുവിന്റെ സെക്രട്ടറിയും സൂചോളിന്റെ സെക്രട്ടറിയും. അവർ സംസാരിക്കുമ്പോഴത്തേക്കും സൂചോളിന്റെ സെക്രട്ടറി ആകട്ടെ ഇന്നേ വരെ സൂചോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നിട്ടില്ല. ആദ്യമായിട്ടൊക്കെ അവന്റെ ഫോൺ കോൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ എന്റെ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറി നായിക്ക് അത്രയ്ക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടറി കിമ്മും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹെയ്നാകട്ടെ എനിക്ക് കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു അവധി പോലും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വെക്കേഷൻ ആയിട്ട് കണ്ട് ഞാനൊരു ട്രിപ്പൊക്കെ പോകുവാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നാണ് അവൾ അറിയിക്കുന്നത്. എന്തായാലും സെക്രട്ടറിനായും ഹെയ്നും അത്രയ്ക്ക് അടുപ്പത്തിലല്ല എന്ന കാര്യമൊക്കെ ഉൻസെങ്ങിനും ഇപ്പോൾ ഹ്യുനുവിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടറിക്കും അറിയിക്കുകയാണ്. ഇനി ഹിനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവനും ഈയിടെയായിട്ട് വർക്ക് ഒന്നും തന്നെ ചെയ്യുന്നില്ല. മറിച്ച് വേറെ കമ്പനീസിലേക്ക് പോകുവാനായിട്ടുള്ള ശ്രമത്തിലാണ്. എല്ലാ ദിവസവും റെസ്യൂമൊക്കെ അയക്കുകയും ഇന്റർവ്യൂ ഒക്കെ കൂടുകയും ചെയ്യുകയാണ് അവൻ ചെയ്യുന്നതെന്ന കാര്യമാണ് സെക്രട്ടറിക്കുമും അറിയിക്കുന്നത്. ഇനി ഓഫീസിന് വെളിയിലായിട്ട് കുറെ അധികം ആൾക്കാരൊക്കെ സമരം ചെയ്യുന്നുണ്ട്. ആ ഒരാൾക്കാരുടെ അടുത്തേക്കൊക്കെ ഹ്യുനു എത്തി കഴിയുമ്പോഴത്തേക്കും അവനും ചീമോട്ട കൊണ്ട് എയറൊക്കെ കിട്ടുന്നു. അങ്ങനെ ഇരിക്കെ ഹ്യുനുവും അവരോട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ക്വീൻസ് ഗ്രൂപ്പിന്റെ റിസോർട്ട് പണിയാനെന്ന രീതിയിൽ അവരുടെ സ്ഥലമായിരുന്നു സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് പ്രൈസിന് 5 ഇരട്ടി പണമൊക്കെ നൽകാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സ്ഥലമൊക്കെ വിട്ടു നൽകിയത്. പക്ഷെ ഇപ്പോൾ ആകട്ടെ റിസോർട്ടിന്റെ പണിയൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്ലാനൊക്കെ അവർ ഫ്ലോപ്പ് ആക്കിയെന്നും അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ പറഞ്ഞ തുകയൊന്നും ലഭിക്കുകയില്ല എന്നും അറിയിച്ചു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കമ്പനിയുടെ മുമ്പിൽ സമരമൊക്കെ നടത്തുന്നതെന്ന് അവരും ഹിനുവിനെ അറിയിക്കുന്നു.
യഥാർത്ഥത്തിൽ 5 ഇരട്ടി നൽകാമെന്നൊന്നും തന്നെ ക്വീൻസ് ഗ്രൂപ്പ് ഏറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ട്. ആ ഒരാൾ ആരാണെങ്കിലും അത് ഉറപ്പായിട്ടും ഉൻസിംഗ് അറിഞ്ഞിട്ടായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ കോൺട്രാക്റ്റ് ഒക്കെ ഒന്ന് കാണിക്കാമോ എന്നൊക്കെ ഹിനുവ അവരോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവര് ഹിനുവുമായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.